ഇതിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചോദിക്കും. ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നത്. ആ സഖിയുടെ ഒരു പൊട്ടലുണ്ട്, ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ. തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിരുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. എന്റെ മാനസികമായിട്ട് എന്റെ മക്കളും എന്റെ ഉമ്മയൊക്കെ കടന്ന് ഉരുകിയിട്ടുണ്ട്. ഞാനത് വല്ലാത്തൊരു സജന ഫിറോസ് വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സജനയുടെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സജനയുടെ ഒരു വോയിസ് ഈ ഫിറോസ് ഖാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വോയിസും ഇവർ ഈ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, സജന ഈ ഒരു നിമിഷം വരെയും സജനയുടെ ഭാഗത്തെ എക്സ്പ്ലനേഷൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. കാര്യം ഫിറോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം അലിഗേഷനാണ്. ആ ഒരു അലിഗേഷൻസ് വെച്ചിട്ട് അവർക്ക് ഇനി ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു കാര്യം ഭയങ്കര ഡൗട്ടാണ്. കാര്യം ഇനി എന്ത് പോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാലും സജിനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടേ നാട്ടുകാർ തിരിയത്തുള്ളൂ. അത് മാത്രമല്ല, ഈ ഫിറോസ് ഖാനെതിരെയും ഒരുപാട് തെളിവുകളും ഈ ഫിറോസ് ഖാൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകളും ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ സജിന പറയുന്നതും. അങ്ങനെയാണ് എനിക്കും അറിയാനായിട്ട് സാധിച്ചത്. അവരുടെ കയ്യിലും ഒരുപാട് തെളിവുകളുണ്ടെന്ന്. ഇത് കണക്ക് തന്നെ വോയിസ് റെക്കോർഡുകളായാലും വീഡിയോ ക്ലിപ്സ് ആയാലും അവരുടെ കയ്യിലും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ വന്ന് പറയണം. ഇല്ലെങ്കിൽ പിന്നെ ഒരു അവസരത്തിൽ വന്ന് പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആരും കേൾക്കണമെന്നില്ല. എന്തായാലും നമുക്ക് സജിനയുടെ ഇന്റർവ്യൂ ഒന്ന് കാണാം. ഇതിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചോദിക്കും. ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരിട്ട് എനിക്ക് പോയി പറയാൻ പറ്റും. ആർട്ടിസ്റ്റ് അല്ലല്ലോ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ. അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റ് വിട്ടിട്ട് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ ചാനലുകാർക്ക്. ചാനലുകാരെ അല്ല, ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന് അവർക്ക് ജീവിക്കണ്ടേ ശാലോ. അതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അവർ ആഘോഷിച്ചേനെ. പക്ഷെ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ ഇനിയും ഇങ്ങനൊരു സാധനം നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം നടക്കരുതെന്ന് പറഞ്ഞ് അതെടുത്ത് അവർ പൈസ ഇട്ട് അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ. ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുകൊണ്ടാക്കാത്ത കുറെ അലിഗേഷൻ വെച്ച് 3 കോടി മേടിച്ചു, എന്ത് കേസായിരുന്നു, ഹണി ട്രാപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരാളെ വേദനിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് കാരണം ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എന്നെ വെച്ച് ജീവിക്കണ്ടേ, എന്നെ പറഞ്ഞ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ജീവിക്കണ്ടേ. എന്താ നിങ്ങൾ തന്നെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ട് എന്നിട്ട് പറയുന്നത് അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പോരാത്തതിന് നിങ്ങളുടെ വോയിസ് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതിനകത്ത് എന്തെല്ലാം രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാനായിട്ട് സ്വന്തമായിട്ട് കൊച്ചിനെ ഉണ്ടാക്കിയതാണോ, എന്തൊക്കെയാണ് വൃത്തിയിടാൻ നിങ്ങൾ വിളിച്ച് പറയുന്നത്, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. സജിനയുടെ സൈഡ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലാതെ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രയോജനമില്ല. നിങ്ങൾ കാണിക്കുന്നതാണ് എല്ലാ യൂട്യൂബേഴ്സും എന്ന് പറഞ്ഞിട്ടുള്ളത്. സജിന ഇവിടെ വന്നിരുന്നിട്ട് മറ്റേ യൂട്യൂബേഴ്സ് കാശുണ്ടായിക്കോട്ടെ, നല്ലൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടില്ല, എന്നെപ്പറ്റി ഇല്ലാത്ത കഥ, എന്തില്ലാത്ത കഥ നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് അതിനകത്ത് പറയാനായിട്ട് യാതൊരു അവകാശവും ഇല്ലേ? കഷ്ടം. മെസ്സേജിൽ വന്നതെന്ന് പറയുന്നത് എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ അവര് കാണിക്കും. എനിക്ക് തോന്നുന്നു ഷാലു, മേ ബി അവരുടെ വീട്ടില് അവർക്ക് ചിലപ്പം ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ഫെസ്ട്രേഷനിലും അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ. കാരണം കാണുന്നോട്ടെ, ഇത് തലമുറയായിട്ട് വരുന്ന കുറച്ച് മെന്റൽ ട്രോമസ് ആണ്. ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ നമ്മളിങ്ങനെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിരുന്നു. ആ ട്രോമാസിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്ന് പറഞ്ഞ് അവരുടെ ലൈഫിൽ അവർക്ക് ഫെസ്ട്രേഷൻ തീർക്കേണ്ട, ആരുടെങ്കിലും തീർത്ത് തീർക്കണ്ടേ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നെഗറ്റീവ് കമന്റ് വന്ന് പറയുന്നത്. മേ ബി അവരുടെ ലൈഫിൽ ഒന്നും പറയാനില്ല. ഇതിനുള്ള മറുപടി കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്കൊക്കെയുള്ള ഫ്രസ്ട്രേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ എന്തോ തിരിച്ച് പറയേണ്ട? സജിനയുടെ എത്ര കേസാണ് സ്വന്തം ഭർത്താവ് വന്ന് പുറത്തു വിട്ടത്? അത് ഞങ്ങളാരുമല്ല, സ്വന്തം ഭർത്താവ് വന്ന് 1 or 2 അവിഹിതമൊന്നും അല്ല. ഇതിൽ ഏറ്റവും എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ആൽബത്തിന് ഷൂട്ടിന് പോയ സമയത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് റിലേഷനായി. അതിനുശേഷം അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒളിച്ചോടി. എന്നിട്ട് അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്ന് എന്തെല്ലാം സാധനങ്ങളാണ് വന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് കണ്ടില്ലേ, ബാക്കിയുള്ളവരുടെയൊക്കെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഇങ്ങനെ വന്ന് തീർക്കുന്നതെന്ന്. ഇവിടെ സ്വന്തം ജീവിതമൊക്കെ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ടിട്ട് പിന്നെയും കിടന്ന് വന്ന് മെഴുകാൻ നിൽക്കരുത്. നിങ്ങളുടെ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ആ പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവാൻ പോകുന്ന അവരായിരിക്കും. ഇതിപ്പം ഡേ ബൈ ഡേ ഓരോ ഇങ്ങനെ അവിഹിത കേസുകളല്ലേ അവരും കേൾക്കുന്നത്. അവരെങ്ങനെ സ്കൂളിൽ പോകും? അവർക്ക് എങ്ങനെ കൂട്ടുകാരുടെ കൂടെ ചെന്ന് ഇരുന്നിട്ട് മനസമാധാനമായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ നാറിയ കഥകൾ കാരണം അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അച്ഛനും അവരെ അബ്യൂസ് ചെയ്താണോ അല്ലെങ്കിൽ അമ്മ അബ്യൂസ് ചെയ്താണോ ആയിരിക്കും, അല്ലെങ്കിൽ അവർ മക്കളെ ലൈഫ് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് അപ്ലൈ നോക്കുക. ഇവരിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന കണക്ക്
ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെ ബാക്കിൽ കൂടെ കുത്തി നമ്മളെ തള്ളിയിടാനും പറ്റുന്നത്. അവര് ചിന്തിക്കണം തിരിച്ചും എനിക്കും അതേപടി തിരിച്ചു കുത്താൻ, ഇരട്ടിയിൽ കുത്താൻ എനിക്ക് അറിയാത്തോണ്ടല്ല. എന്താ പറയാ, അവരുടെ ഫാദർ അല്ല എന്റെ ഫാദർ, അവരെ വളർത്തിയ രീതിയല്ല എന്റെ വീട്ടുകാരെന്നെ വളർത്തിയത്. പക്ഷെ പിന്നെ ഒരു കാര്യം ഉണ്ട് ചാലോ, ഈ പറഞ്ഞ കണക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നൊരു നിമിഷമുണ്ട്. ഞാൻ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് എല്ലാം സഹിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. പക്ഷെ ഈ പറയല ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നത്. ആ സഖിയുടെ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിരുന്നത്. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. എന്തായാലും ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാനുണ്ടെങ്കിൽ ഇപ്പം വന്ന് പൊട്ടിച്ചു. ഇനി പൊട്ടിക്കാൻ ഇനി അതിനെപ്പറ്റി ഒന്നുമില്ല. എല്ലാ സാധനവും ഫിറോസ് ഖാൻ വന്ന് വളരെ മാന്യമായിട്ട് പൊളൈറ്റായിട്ട് വന്ന് സംസാരിച്ച് എല്ലാം അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും വേറെ കാര്യം കൂടെ പറയാം. ഫിറോസ് ഖാനെതിരെയും നല്ല രീതിയിൽ ഉള്ള തെളിവുകൾ ഇവരുടെ ഭാഗത്തുണ്ട്. അത് ഉണ്ടെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഫിറോസ് ഖാൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. അപ്പം ഫിറോസ് ഖാനും ഭയങ്കര മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും സംസാരിക്കരുത്. കാര്യം ഫിറോസ് ഖാൻ്റെ കയ്യിലിരിപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പോയെന്നുള്ളൊരു നരേഷൻ വേണം ഇതിനകത്ത് വരാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ ഫിറോസിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ എന്താണെന്ന് ഫിറോസ് ഖാനും അത് തുറന്നു പറയണം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സജിനയും ഇതുപോലെയുള്ള സാധനങ്ങൾ വന്ന് നിങ്ങൾക്കെതിരെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം കൂടെ വന്നിരുന്ന കൈയടിക്കുന്നവരെല്ലാം നിങ്ങൾക്കെതിരെ വന്ന് കല്ലെറിയാൻ വേണ്ടിയിട്ടേ നിൽക്കത്തുള്ളൂ. അതങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പല കാര്യങ്ങളും ലോകത്തിനും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലൊക്കെ, അവർക്ക് ഒരു മാസത്തിൽ 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷ്യൽ ചെയ്ത് ഓരോ കാര്യങ്ങൾ അത് ഞാൻ നിയമവശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. ഈ പറയുന്ന അലിഗേഷനും ഈ പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന നമ്മളെ കുറിച്ച് ക്രൂശിക്കുന്നവരും എനിക്കും തിരിച്ച് പറയാനുള്ള ഓപ്ഷൻസും പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് പരാതി കൊടുത്തത്? നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഹാക്ക് ചെയ്തു എന്നുള്ളൊരു കള്ളത്തരം, അതായത് ഒരു വ്യാജ പരാതി കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലാണ് കേസ് ഇടേണ്ടത്. കാര്യം ആ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള വോയിസിൽ നിന്ന് നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി അതിനകത്ത് എക്സ്പോസ് ആവുമായിരുന്നു. ഇനിയിപ്പം നിങ്ങളുടെ സൈഡാണ് ഈ ഒരു വിഷയത്തിൽ കേൾക്കേണ്ടത്. ഇത്രയും ദിവസമായിട്ട് നിങ്ങളൊന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ഫിറോസ് പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? നിങ്ങളിപ്പം പ്രതികരിച്ച് കഴിഞ്ഞാലേ കേൾക്കാൻ ആൾക്കാരുള്ളൂ. നിങ്ങൾ വന്ന് നിങ്ങളുടെ ഭാഗത്തിന് ആയ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് എല്ലാ യൂട്യൂബേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഭാഗത്തിന് ആയ ഉണ്ടെങ്കിൽ ഇതില്ലാത്ത പക്ഷം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആ ഒരു വോയിസും തമ്മിൽ കേൾക്കുമ്പോഴത്തേക്ക് ആട്ടും കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. തീരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെയും അദ്ദേഹത്തിനെയും ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറയട്ടെ, അല്ലെ? സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം എന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നെ അയാൾ ഇത്രയും ചെയ്തു, എന്നെ ഇങ്ങനെ ചതിച്ചു, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങൾ സബ്ജക്ട് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് പോകും, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാളെ പറഞ്ഞോളാം. ചിലപ്പോൾ പറയത്തില്ലായിരിക്കാം, അതിന്റെ ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷെ എങ്ങനെയുള്ള അലിഗേഷൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിയമവശത്തിൽ ഒന്നും എന്തിനാ വെറുതെ നിങ്ങൾ കഴിഞ്ഞു പോകുന്ന കുറെ യൂട്യൂബ് ചാനൽസ് ആൾക്കാരുണ്ട്, അതൊക്കെ ചാനലൊക്കെ വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ തിന്ന് അത് തന്നെയാണല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങളും തിന്നുന്നത്. നിങ്ങളങ്ങ് വളരെ നല്ല രീതിയിലാണല്ലോ തിന്നുന്നത്, അതറിഞ്ഞാൽ മതി. എന്നിരുന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് വന്നങ്ങ് പറയും, അല്ല ഞങ്ങളെ വലിച്ചു കയറേണ്ടെന്ന്. സ്വന്തം ജീവിതം എടുത്ത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് 3-4 വീഡിയോയും ചെയ്ത് നമ്മൾ റിയാക്ട് ചെയ്തവരാണ് ഏറ്റവും വലിയ കുറ്റക്കാർ. എന്നിട്ട് നമ്മൾ തിന്നുന്നതാണ് ഏറ്റവും വലിയ ഇവരുടെ പ്രശ്നം. നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയിട്ടുള്ള കണക്കും കാര്യങ്ങളും എല്ലാം അവരെല്ലാവരും പുറത്ത് വിട്ട് കഴിഞ്ഞ് നിങ്ങളുടെ സ്വന്തം ഹസ്ബൻഡ് തന്നെ പല സാധനങ്ങളും വെളിയിൽ വിട്ട്. എനിക്ക് പറയാനാണ് ഇതിനപ്പുറം വന്നിരുന്ന് സംസാരിക്കാൻ. പക്ഷേ നാളെ നിങ്ങളുടെ സൈഡ് കേട്ടില്ല എന്നുള്ളൊരു ഇത് വരും. നിങ്ങളും കൂടി എന്തെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കുക, നിങ്ങളുടെ ഭാഗത്തിനായുണ്ട്. അല്ലാതെ വന്നിരുന്ന യൂട്യൂബേഴ്സ് തിന്നുന്നതിനെ പറ്റിയുള്ള കണക്കെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സജിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ തന്നെ നാറത്തേ ഉള്ളൂ. കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ ഒരു മനുഷ്യരും പിന്നെ സപ്പോർട്ട് ചെയ്യത്ത് പോലും ഇല്ല. നിങ്ങളുടെ ഭാഗത്ത് ഒരു രീതിയിലുള്ളൊരു ന്യായവും എനിക്ക് ഈ ഒരു നിമിഷം വരെ തോന്നുന്നില്ല. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് വെറുതെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയും കൂടെ പിന്നകത്ത് പിടിച്ചിട്ട് ഇത്രയും വിഷം അതിനെക്കാട്ട് നല്ല നിങ്ങൾ കുറച്ച് വിഷം മേടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലത്. അല്ലാതെ ഒരാളെ ക്രൂശിച്ച് ഇല്ലാ കഥകളെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? ഞാൻ വന്ന് പറഞ്ഞു, അദ്ദേഹം വന്ന് പറഞ്ഞു. എന്തിനാണ് ഷോലു ഇങ്ങനെയുള്ള അലിഗേഷൻ പറയേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ ആരോ ഒരാൾ വന്ന് പറഞ്ഞു വേണം, അതാണ് ഇട്ട് കാണിക്കുന്നെങ്കിൽ ഓക്കെ. ഇത് കഥകൾ ഉണ്ടാക്കിയ ആൾക്കാർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. കഥകൾ പണി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഇതിനകത്ത് കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ പറ്റി പറയാനായിട്ട് സജിനയ്ക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ അതിനെപ്പറ്റി വല്ലപ്പോഴും ചിന്തിക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആ കൊച്ചുങ്ങളെ പറ്റി ചിന്തിക്കുക. അന്നിരുന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ സമ്മതിച്ച് തരണം.
ഉണ്ടാക്കിയ ആൾക്കാർക്ക് അത് ലീഗലി തന്നെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ലീഗലി തന്നെ അതിന്റെ അവർക്ക് വരുന്ന വഴി ഞാൻ പറയാതെ തന്നെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. എനിക്ക് തോന്നുന്നു ഷാലു ഒരു പക്ഷേ സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിച്ചുള്ള ലേഡീസിനോ വീട്ടുകാർക്കോ അറിയത്തുള്ളൂ ഇതിന്റെ വേദന എന്നാണ്. അല്ലാതെ ഒരിക്കലും എന്താ പറയാ അനുഭവിക്കാത്തവർക്ക് ഇതിനകത്ത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങ് താന്ന് എന്നെ കൊല്ലാൻ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് വന്ന് അതിന്റെ നിയമവശം പോയിട്ട് ഞാൻ വീഡിയോ വന്നിട്ട് അവരെങ്ങനെ ഇവരിങ്ങനെയാന്ന് പറഞ്ഞ് അവരെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും എവിടെ എത്തത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലീഗലി പോയിട്ട് അതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ലീഗൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിയമം തന്നെ നമ്മുടെ നിയമങ്ങളുണ്ടല്ലോ ഇവിടുത്തെ അവരുടെ. കാരണം ഇതൊക്കെ കേട്ടപ്പോൾ ഉള്ളതാണെങ്കിൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്. നമ്മളെ ലൈഫിൽ എന്ത് നമുക്ക് ഉള്ളത് പറയുമ്പോൾ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിരിക്കും. ഉണ്ടായിട്ടാണല്ലോ എല്ലാ കഥകൾ കേട്ടപ്പം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. എന്റെ മാനസികമായിട്ട് എന്റെ മക്കളും എന്റെ ഉമ്മയൊക്കെ കടന്ന് ഉരുകിയിട്ടുണ്ട്. ഞാനത് വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ ഇപ്പൊ ആ കൊച്ചുങ്ങളെ വല്ലാത്തൊരവസ്ഥയിലോട്ട് പിന്നെയും കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ടുണ്ട്. തന്തയും തള്ളയും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഈ മക്കളുമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കുക, അവരുടെ ജീവിതകാലം അവർക്ക് ഈ ഒരു ചീത്തപ്പേര് മാറത്തില്ല. അവർക്ക് നല്ലൊരു കല്യാണ ബന്ധം പോലും കിട്ടത്തില്ല. കിട്ടിക്കഴിഞ്ഞാലും ഈ പറയുന്ന അമ്മയുടെ ചരിത്രവും തന്തയുടെ ചരിത്രവും ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അതാ പറഞ്ഞത്, തന്തമാരോ ഈ തള്ളമാരോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളുമാരാണ് അനുഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതാണ്. മനസ്സിലായ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ ഇട്ട് പബ്ലിക്കായിട്ട് നാറ്റിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് റോഡെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഒരു ബോധവും വിവരവും ഇല്ലാതെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയരുത്. പിന്നെ കുറച്ച് യൂട്യൂബേഴ്സിനെയും കുറച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിചാരം കാണുമായിരിക്കും ഈ ഒരു വിഷയം അവിടെ തീർന്ന് അവർക്ക് അവരുടെ പേരിൽ കുറച്ച് കേസ് കൊടുത്ത് അമ്മയുടെ വായ അടപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിരിക്കും. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ബാക്കിയുള്ളവർ കുറ്റക്കാർ. മരണം മുന്നേ കണ്ട വ്യക്തി ഞാൻ. റിക്കവർ ആവുന്നതിന് മുന്നേ അടുത്ത അലിഗേഷൻ ഞാൻ കൊണ്ടിടും. അല്ലെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആവണം, അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ കണ്ടന്റർ ആയിരിക്കണം, അല്ലെങ്കിൽ യൂട്യൂബർ കണ്ടന്റ്. ഇതൊന്നും അല്ലാത്ത ഞാൻ എന്നെ തന്നെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടിടും. എന്തിനാണ് ഇങ്ങനെയുള്ള അത് പറഞ്ഞിട്ട് പോലും ചില ആൾക്കാർ വന്നിട്ട് പക്ഷെ അത് അതിലൊരു 99% ആൾക്കാർക്ക് മനസ്സിലാക്കണം. അവർ തന്നെ ചോദിക്കുന്നുണ്ട്, സച്ചിനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് സച്ചിൻ ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ആൾക്കാർ വരെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്തിനൊരു കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടേണ്ട ആവശ്യം? അത് എന്തൊരു വൃത്തിയായിട്ട രീതിയിലുള്ള എഡിറ്റിങ്. അത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ആ ഒരു ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അത് വേറൊരു രീതിയിൽ കളർ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ആക്കിയാൽ അത് ഒരു വ്യക്തിയല്ല. നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണെന്നുള്ള രീതിയിലായിരിക്കും മേ ബി. അതൊരു ഫീമെയിൽ ആണ്. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടവർക്ക് അതോറിറ്റീസിനാണെങ്കിലും അതിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം എല്ലാവർക്കും എനിക്ക് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എനിക്ക് ഒന്നും അറിയത്തില്ല. വ്യക്തമായിട്ട് അറിയാവുന്നത് ഷാലുവിന് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മെസ്സേജ് പോലും ഞാൻ നമ്മുടെ ലൈവ് വീഡിയോയിൽ പോലും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഞാനല്ല നോക്കുന്നത്, ഞാൻ നോക്കാറില്ല. ആകെപ്പാടെ എന്റെ വാട്സാപ്പ് മെസ്സേജുകൾ മാത്രമേ ഞാൻ നോക്കൂ. അത് എനിക്ക് അത്ര അടുത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ പോലും ഞാൻ വാട്സാപ്പിൽ പോലും ഞാൻ മെസ്സേജ് നോക്കത്തുള്ളൂ. അമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താണ് കണ്ണി കണ്ടൊരു വ്യക്തിയെ ഞാൻ ആ ഒരു മനുഷ്യൻ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കൊച്ചുങ്ങളുടെ വേദനയൊക്കെ എന്തോരം മനസ്സിലാക്കിയ വ്യക്തിയാണെന്നറിയോ സജിന? എന്നിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോരം അവിഹിത കാര്യങ്ങളാ സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞതെന്ന് കണ്ടല്ലോ. അതിനും അധികം ഒരു മറുപടി കൊടുക്കുക. അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഇവനെ ഒന്ന് കൊച്ചുകളുടെ വേദനയൊക്കെ ഞാൻ മനസ്സിലാക്കിയതാന്നൊക്കെ വന്നിരുന്ന ഈ തള്ളമ്പം ഉണ്ടല്ലോ, എന്തോ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കോമാളി എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ കൂടെ എനിക്ക് കണ്ടപ്പോൾ ഒരു ലോകത്താർക്കും എനിക്ക് ഈ അടുത്തൊന്നും ഇത്രയും വലിയ അലിഗേഷൻ കേട്ടിട്ടില്ല. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്തോരം കഥകളാണെന്ന് പറയുന്നത്. എന്നിട്ട് ഫിറോസ് ഇതെല്ലാം കേട്ടും ക്ഷമിച്ചും സഹിച്ചും പിന്നെയും സ്വീകരിക്കാൻ കാണിച്ച മനസ്സാണ് അതിലും വലുത്. ഇനി ഫിറോസ് ഖാനെതിരെ വന്നിരുന്ന എന്തെല്ലാം ഇനി സജനയ്ക്ക് പറയാനുള്ളതെന്ന് ഇനി കണ്ടറിയാം. അതും കൂടി കഴിയുമ്പോഴേ ഇതിനൊരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.